കുരിശുകളെ ധ്യാനിക്കുന്ന, കുരിശുകളെ പറ്റി ഒരുപാട് ചിന്തിക്കുന്ന നോമ്പിൻ്റെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഗാഗുൽ താമലയിൽ നിന്ന് വിലാപത്തിൻ്റെ മാറ്റൊലി കേട്ടു എന്ന ഗാനത്തോടെ ഈശോയുടെ ആ കുരിശിലെ രൂപത്തെ ചുംബിക്കുന്ന ദിവസത്തോളം ആദ്യത്തെ ആ നോമ്പിൻ്റെ ദിനത്തിൽ ഒരു പിടി ചാരവും നമ്മുടെ നെറ്റിയിൽ ആ പുരോഹിതൻ പൂശി മനുഷ്യ നീ മണ്ണാകുന്നു എന്ന ഓർമ്മയോടെ തുടങ്ങുന്ന ആ നോമ്പിൻ്റെ ദിനം മുതൽ ഒരുപാട് വട്ടം നമ്മൾ കുരിശിനെ ധ്യാനിക്കുന്നു. കുരിശിൻ്റെ വഴികളെ ചൊല്ലി അതിനെയും ധ്യാനിക്കുന്നു. അങ്ങനെ ഈ കുരിശോർമ്മയിൽ ഒത്തിരി ദിനങ്ങൾ കടന്നു പോകുമ്പോൾ കുരിശിനെ ധ്യാനിക്കുന്നതാകട്ടെ ഈ മാസത്തിലെ ചിന്ത. ഏറ്റവും ആദ്യത്തെ ഒരു ചിന്ത ഇതാണ്: ഒരുപാട് വട്ടം കുരിശിനെ ധ്യാനിച്ച് അല്ലെങ്കിൽ കുരിശിനോട് പ്രാർത്ഥിച്ച് കുരിശ് വരയ്ക്കുന്നവരാണ് നമ്മൾ. ഓരോ തവണ ദേവാലയത്തിൽ കയറുമ്പോഴും നമ്മൾ കുരിശ് വരയ്ക്കാറുണ്ട്. പക്ഷേ അർത്ഥമറിഞ്ഞാണോ നമ്മൾ കുരിശ് വരയ്ക്കാറ്? അതോ വെറും ഒരു ചടങ്ങ് പോലെ, ഒരു കടത്ത് കഴിക്കുന്നത് പോലെ ഓരോ തവണയും അർത്ഥമറിയാതെ നമ്മൾ ചെയ്തു കൂട്ടിയ നമ്മുടെ കുരിശു വരകൾ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ അങ്ങനെയൊന്ന് അർത്ഥമറിഞ്ഞ് നമ്മൾ വരയ്ക്കുന്ന ഓരോ കുരിശു വരയ്ക്കും അതിനൊരർത്ഥമുണ്ടെന്ന ഓർമ്മയോടെ പ്രാർത്ഥിച്ച് കുരിശു വരയ്ക്കാൻ കഴിയട്ടെ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ. അതായിരിക്കട്ടെ ഈ നോമ്പിൻ്റെ ഗൃഹപാഠങ്ങളിലൊന്ന്. രണ്ടാമതൊരു ചിന്ത, കുരിശിന് 2 ഘട്ടങ്ങളുണ്ട് എന്നതാണ്. ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും. ക്രിസ്തുവിന് മുൻപ് കുരിശിൻ്റെ ഒരു ഘട്ടമുണ്ട്. എല്ലാവരാലും വെറുക്കപ്പെട്ട, ആർക്കും വേണ്ടാത്ത, എല്ലാവരും നീചമായി കാണുന്ന ഒരു കുരിശ്. എല്ലാവരും വെറുത്തിരുന്ന ആ കുരിശിൻ്റെ 2ാം ഘട്ടം, അത് ക്രിസ്തു കുരിശിനോട് ചേരുമ്പോഴാണ്. അതിനുശേഷം ആ കുരിശ് രക്ഷയുടെ, പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ അടയാളമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളെന്ന് നാം കരുതുന്ന ചിലതുണ്ട്. അതൊരു പക്ഷേ ചില മനുഷ്യരായിരിക്കാം, അതുമല്ലെങ്കിൽ ചില വെറുക്കപ്പെട്ട വേദനകളുടെ അനുഭവങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി ഓർക്കരുത് എന്നാഗ്രഹിക്കുന്ന ചില ഇടവേളകളായിരിക്കാം. ആ അനുഭവങ്ങളെ, ആ മനുഷ്യരെ, ആ വേദനയുടെ നിമിഷങ്ങളെ അതിനോട് ചേർത്ത് ക്രിസ്തുവിനെ ചേർത്ത് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ നോമ്പിലെ 2ാമത്തെ ചിന്തയിലൊന്ന്. അങ്ങനെ ക്രിസ്തുവിനെ ആ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ, കുരിശിൻ്റെ നിമിഷങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ, കുരിശായി നമ്മൾ കരുതുന്ന ചില മനുഷ്യരോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് രക്ഷാകരമായി മാറും എന്നുള്ളതാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ചിന്ത. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളെ നമ്മൾ കുരിശുകളായി കണ്ട് മാറ്റി നിർത്തുന്ന, വെറുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ വെറുപ്പിൻ്റെ കോണുകളിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ചിലതിനെ കുരിശിനോട് ചേർത്ത് വയ്ക്കാൻ, ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയട്ടെ. അപ്പോൾ അത് രക്ഷാകരമായി മാറും. അതിന് കഴിയുന്നതാകട്ടെ ഈ നോമ്പിൻ്റെ കാലം. ഏറ്റവും ഒടുവിലായി ഒരു ചിന്ത കൂടി. ക്രിസ്തുവിൻ്റെ ആ കുരിശിൻ്റെ വഴിയിൽ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്, ശിമിയോൻ എന്നൊരു മനുഷ്യൻ. ക്രിസ്തു കുരിശ് ചുമക്കുമ്പോൾ ആ മനുഷ്യൻ കടന്നു വരുന്നുണ്ട് ആ വഴിയിലേക്ക്. ആ ശിമിയോൻ എന്ന കഥാപാത്രത്തിന് ആരുമായിരുന്നില്ല ക്രിസ്തു അപ്പോൾ. പക്ഷേ എന്നിട്ടും ക്രിസ്തുവിൻ്റെ ആ വേദനയുടെ കുരിശിൽ അയാൾ സഹായത്തിനെത്തുന്നുണ്ട്. നമ്മുടെ ഈ കുരിശിൻ്റെ വഴികളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ മറ്റുള്ളവർക്ക് കുരിശാകാതെ അപരൻ്റെ കുരിശിന് നമ്മുടെ ഒരു കരം ചേർക്കാൻ, അവൻ്റെ വേദനകളിലേക്ക് നമ്മുടെ സഹായത്തിൻ്റെ കരം നീട്ടുവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാകട്ടെ ഈ നോമ്പിലെ മറ്റൊരു ചിന്ത. മറ്റുള്ളവൻ്റെ വേദനകളിലേക്ക്, അപരൻ്റെ വേദനകളിലേക്ക് സഹായത്തിൻ്റെ കരം നീട്ടുവാൻ. നോമ്പ് എന്ന പദത്തിനർത്ഥം, അല്ലെങ്കിൽ ആ വാക്കിനർത്ഥം 2 വാക്കുകളിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട്. നോവ്, അൻപ്. അൻപ് എന്ന വാക്കിനർത്ഥം ദയ എന്നാണ്, കരുണ എന്നാണ്. മറ്റുള്ളവൻ്റെ നോവുകളിലേക്ക് കരുണയുടെ കരം നീട്ടാൻ കഴിയുന്നതാകട്ടെ ഈ നോമ്പുകാലം. ഈ ചിന്തകൾ നിങ്ങളുടെ ഈ ഒരു മാസത്തിൽ വെളിച്ചമേകട്ടെ. മറ്റുള്ളവൻ്റെ വേദനകളിലേക്ക് കരുണയുടെ കരം നീട്ടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളിലേക്ക് ക്രിസ്തുവിനെ ചേർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കും ക്രിസ്തുവിനെ കൂട്ടിച്ചേർത്ത് ഈ നോമ്പിൻ്റെ ഈ ദിവസങ്ങൾ കൂടുതൽ ഫലദായകമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 3 ചോദ്യങ്ങൾ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ, കുരിശിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ പ്രത്യാശയുടെ തീരത്ത് എത്തിയ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പങ്കുവയ്ക്കാൻ മറ്റുള്ളവർക്ക് മുൻപിൽ അതൊരു പ്രത്യാശയുടെ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ് 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ
വേദനയുടെ അനുഭവങ്ങളിലേക്ക്, കുരിശിൻ്റെ ആ അനുഭവങ്ങളിലേക്ക് ക്രിസ്തുവിനെ നമുക്ക് ചേർക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത്, അപരൻ്റെ നോവുകളിലേക്ക്, മറ്റുള്ളവൻ്റെ വേദനകളിലേക്ക് കരുണയുടെ കരം നീട്ടാൻ എങ്ങനെ ഈ നോമ്പിൻ്റെ കാലം കരുണയുടെ കാലമായി മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ഈ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തകളായി മാറട്ടെ.